ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പതിവ് പോലെ തന്നെ പാലും വെള്ളവും ചായയൊക്കെ എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുഴുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൈമറ്റാണ്. ഉച്ചയായി ഭയങ്കര ചൂടാണ് കേട്ടോ. കണ്ണൂരൊക്കെ ഭയങ്കര കൂടുതലാണ് ചൂട്. ഇപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ നെയ്ബേഴ്സിനൊക്കെ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ ഫില്ല് ചെയ്തിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ സോയാബീൻ ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. എന്നിട്ടത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി അരിയുന്നുണ്ട് കേട്ടോ. ഒരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു തക്കാളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എത്രയാണ് നമ്മൾ സാധാ മസാലയാക്കുന്ന മസാല തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോയാബീൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുനുകുന കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ സോയാബീനൊക്കെ കുനുകുനയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവൊക്കെ ഓൾറെഡി അരച്ച് വെച്ചതാണ്. രാത്രി തന്നെ അരച്ച് വെച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മസാല നമ്മുടെ സാധാ മസാലയാക്കുന്ന പോലെ തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റിയിട്ട് തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മസാല ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ആ അരിഞ്ഞ് വെച്ച സോയാബീൻ കൂടി ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ സോയാബീൻ തന്നെ വേണമെന്നല്ല, ചിക്കനായാലും ഇതേപോലെ നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ 2 മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തട്ടിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഇഡ്ഡലി തട്ടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് 2 ഇഡ്ഡലി തട്ടിലും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഒരു തവി മാവെടുത്തിട്ട് 4 ഇഡ്ഡലി കുണ്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെച്ച് കൊടുക്കരുത്, തീരെ കുറഞ്ഞു പോകരുത്. അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലിൽ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു തവി മാവെടുത്തിട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിൽ ഓയിൽ തടവിയിട്ട് ആദ്യം ഒരു ലെയറായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, പിന്നെ ഫില്ലിങ് വെക്കുക, പിന്നെ ബാറ്റർ വീണ്ടും ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പോളയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഡ്ഡലീൻ്റെ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. മറ്റേതാകുമ്പോൾ പണി കുറയും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ വെച്ചു, രണ്ടാമത്തെ തട്ടും വെച്ചിട്ട് ഇതേപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഒഴിച്ചിട്ട് മുകളിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. നമ്മൾ നോക്കിയും കണ്ട് ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരുപാടങ്ങ് ഒഴിക്കണ്ട. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നിട്ടൊന്ന് വെള്ളം കുടഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഇഡ്ഡലി കിട്ടും. അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ കടിക്കുമ്പോൾ നമുക്ക് സോയാബീൻ ഇങ്ങനെ കാണും. ചട്നിയും കാര്യങ്ങളൊന്നും വേണ്ട. കഴിക്കണം നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ചട്നി കൂടി ഇതിൻ്റെ കൂടെ
ആഡ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇഡ്ഡലി ഒരു ട്രിപ്പ് ഞാൻ പ്ലേറ്റിൽ വെക്കുമ്പോഴത്തേക്ക് എൻ്റെ രണ്ടാളും വന്നിട്ട് പ്ലേറ്റ് അടക്കം എടുത്തുകൊണ്ട് പോയിട്ടില്ലേ, രണ്ടാളും തിന്നുവാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാളും നിലത്തേ ഇരിക്കും. ടി വി കാണില്ല. എന്നിട്ടോ വെക്കേഷൻ്റെ മൂഡ് എന്ന് പറയുന്നത് ടി വി കണ്ട് തീർക്കലാണ് വെയിലായത്. പുറത്തെ ചുട്ടുപൊള്ളുന്ന വെയിലായതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും വിടില്ല. ബോറടിക്കാണ്ടിരിക്കാൻ കൊച്ചു ടി വി അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ കാണലാണ്. കൊച്ചു ടി വി അല്ല, അവരുടേതായ കാർട്ടൂൺസൊക്കെ കണ്ടിരിക്കലാണ് പതിവ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റെപ്പ് ബ്രെഡിൽ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമാണ്, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. സമയം ലാഭിക്കാം. രാവിലത്തെ പണിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.